Good morning. നമുക്ക് മാത്സിന് നോക്കാം. ഐഡന്റിറ്റീസിലെ സെക്ഷനിലെ എക്സസൈസിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 1 സ്ക്വയർ പ്ലസ് 4 into 2 is equal to 3 സ്ക്വയർ അല്ലേ. ഇതെന്താണ്? 2 സ്ക്വയർ പ്ലസ് 4 into 3 is equal to 4 സ്ക്വയർ അല്ലേ. 3 സ്ക്വയർ പ്ലസ് 4 into 4 is equal to 5 square. Okay. നമ്മൾ അടുത്ത രണ്ട് പാറ്റേൺ നമുക്ക് എഴുതണം. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അതിന്റെ പാറ്റേൺ. ഓക്കെ, 1 സ്ക്വയർ പ്ലസ് 4 into 2 is equal to 3 സ്ക്വയർ. ഇവിടെ 1 സ്ക്വയർ, ഇവിടെ 2 സ്ക്വയർ, ഇവിടെ 3 സ്ക്വയർ. ഇവിടെ 4 എന്ന് പറയുന്നത് കോമൺ ആണ് അല്ലേ, എല്ലാത്തിനും 4 ഉണ്ട്. ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, 3 സ്ക്വയർ, ഇവിടെ 4 സ്ക്വയർ, ഇവിടെ 5 സ്ക്വയർ. അങ്ങനെ ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത് അല്ലേ. നമുക്ക് അടുത്ത രണ്ട് ലൈൻ ചെയ്താൽ എളുപ്പമല്ലേ. എന്താണ് അടുത്ത ലൈൻസ്? 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ. അപ്പോൾ അടുത്ത ലൈൻ എന്ന് പറയുന്നത് 4 സ്ക്വയർ പ്ലസ് എന്താണ് 4 into 4. ഓക്കെ, ഇവിടെ എല്ലാത്തിനും 4 കോമൺ ആണ്, അതുകൊണ്ട് 4 ആയിരിക്കും. ഇനി ഇൻറ്റു ഇവിടെ 2, 3, 4, അപ്പോൾ എന്തായിരിക്കും 5 അല്ലേ. ഈക്വൽ ടു 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, അപ്പോൾ എന്തായിരിക്കും 6 സ്ക്വയർ. അപ്പോൾ അതാണ് ഫസ്റ്റ് ലൈൻ. നമ്മൾ എഴുതാൻ നെക്സ്റ്റ് ലൈൻ വരാം. ഇനി ഒരു ലൈൻ കൊണ്ട് എഴുതാൻ ചോദ്യം ഉണ്ട്. അപ്പോൾ അങ്ങനെ എഴുതും 1, 2, 3, 4. അപ്പോൾ അടുത്ത എന്തായാലും 5 അല്ലേ. 5 സ്ക്വയർ പ്ലസ് എന്താണ് എല്ലാത്തിനും 4 ആണ്, 4 ഇൻറ്റു 2, 3, 4, 5. അടുത്തത് എന്താണ് 6. 4 into 5 സ്ക്വയർ പ്ലസ് 4 into 6 is equal to എന്ത് വരും 7 സ്ക്വയർ. ഓക്കെ, 2, 3 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ, 7 സ്ക്വയർ. അപ്പോൾ എന്ത് വന്നു 5 സ്ക്വയർ പ്ലസ് 4 into 6 is equal to 7 സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് രണ്ട് ലൈൻ എഴുതി. ഇനി നമ്മളോട് ചോദിച്ചത് ഓൾജിബ്ര എഴുതാനാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഓൾജിബ്ര എങ്ങനെ എഴുതാം? ഓൾജിബ്ര എഴുതാനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ഒരു ലൈൻ എടുക്കാം ഓൾജിബ്ര എഴുതാനായിട്ട്. ഓക്കെ, ഈ ഫസ്റ്റ് ലൈൻ എടുത്തിട്ടാണ് അതിന്റെ ഓൾജിബ്ര എഴുതാൻ പോകുന്നത്. ഓക്കെ, ആ ഓൾജിബ്രനെ എല്ലാത്തിലും കോമൺ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമ്മൾ ഫസ്റ്റ് പാറ്റി ലൈൻ എടുക്കുന്നത് നമുക്ക് ഇതിന്റെ ഓൾജിബ്ര എഴുതാം. ഓക്കെ, അപ്പം ഇത് മാർച്ചിട്ട് കാണിച്ചു തരാം. സൈഡിൽ എഴുതാം. അപ്പോൾ നമ്മൾ 1 സ്ക്വയർ, അപ്പോൾ 1ന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം. എക്സോ എന്നോ ഇഷ്ടമുള്ളത് കൊടുക്കാം. അപ്പോൾ 1ന് പകരം നമ്മൾ എക്സ് എന്ന് കൊടുക്കും. അപ്പോൾ 1 സ്ക്വയറിന് പകരം എന്താണ് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 1 സ്ക്വയർ അല്ലേ, അപ്പോൾ എന്ത് വരും എക്സ് സ്ക്വയർ പ്ലസ് 4 എല്ലാത്തിലും കോമൺ ആണ് അല്ലേ, അതുകൊണ്ട് 4 തന്നെ എഴുതാം. ഇൻറ്റു 4 ഇൻറ്റു എന്താണ് 2 ആണ്. അപ്പോൾ നമ്മൾ ഈ 1നെ കമ്പയർ ചെയ്തിട്ടാണ് 2 പറയുന്നത്. ഓക്കെ, 1 എന്ന് പറയുന്നത് എക്സ് ആണ്, അപ്പോൾ 2 എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് പ്ലസ് 1 അല്ലേ. 1 plus 1 is equal to 2. അപ്പോൾ 2നെ നമുക്ക് എക്സ് പ്ലസ് 1 എഴുതാൻ പറ്റുള്ളൂ. കാരണം എന്താ, നമ്മൾ ഇവിടെ 2 എന്ന് പറയുന്നത് 1 plus 1 ആണ്. 1ന് നമ്മൾ എടുത്തേണ്ട എക്സ് എന്നല്ലേ, അപ്പോൾ 2നെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2നെ നമുക്ക് എങ്ങനെ എഴുതാം 4 into 2 ആണ്. അപ്പോൾ 4 into എക്സ് പ്ലസ് 1 ഈക്വൽ ടു എങ്ങനെ 3 നമുക്ക് എങ്ങനെ കിട്ടാം എക്സിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 3 കിട്ടാം എക്സ് പ്ലസ് എക്സ് 1 ആണ്. 1ന്റെ കൂടെ 2 കൂട്ടിയാൽ 3 കിട്ടാം അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടാം അല്ലേ. എക്സിന് നമ്മൾ എന്താ പറയുക, എക്സിന് നമ്മൾ 1 ആക്കി എടുത്തേക്കാണ്. 1 നമ്മൾ എക്സ് ആക്കി എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ ഓക്കെ പ്ലസ് എങ്ങനെ എഴുതി. ഈ 4 എല്ലാത്തിനും കോമൺ അല്ലേ, അതുകൊണ്ട് 4 കോമൺ ആയതുകൊണ്ട് നമുക്ക് 4 തന്നെ എഴുതാം. എല്ലാത്തിനും സെയിം 4 തന്നെയാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് 4 തന്നെ എഴുതി. 4 into 2 ആണ്. 2 എന്ന് പറയുമ്പോൾ എന്താണ് 2 നമ്മളിപ്പോൾ 1 ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് 2നെ നോക്കുന്നത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് 1. അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എങ്ങനെയാ 1 plus 1 ആണ് 2 അല്ലേ. 1 എന്ന് പറയുന്നത് എക്സ് അല്ലേ, അപ്പോൾ എക്സ് പ്ലസ് 1 എഴുതാം. 2നെ നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് 1. ഈ എക്സിന്റെ വില 1 ആണ്, അപ്പോൾ 1 plus 1 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2നെ എക്സ് പ്ലസ് 1 എഴുതും. ഓക്കെ, ഇങ്ങനെയാണ് 1, 2, 3. ഓക്കെ, നമുക്ക് എക്സിന് നമ്മൾ 1നെ എക്സിന് എഴുതി. അപ്പോൾ 2 കിട്ടാൻ എന്ത് ചെയ്യുക എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. 3 കിട്ടാൻ എന്ത് ചെയ്യുക ഈ എക്സിന്റെ കൂടെ 2 ആഡ് ചെയ്യുക. 4 ആണെങ്കിലോ എക്സ് പ്ലസ് 3 അങ്ങനെ പോകും. അങ്ങനെയാണ് നമ്മളുടെ ഈ ഓൾജിബ്ര എഴുതിയത്. അപ്പോൾ എന്ത് വന്നു എക്സ് സ്ക്വയർ പ്ലസ് 4 into എക്സ് പ്ലസ് 1 is equal to എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് വന്നു. ഓക്കെ, എവിടെയാണ് നമ്മൾ എക്സ് എന്താക്കി എടുക്കുക, ഇവിടെ നമ്മൾ എക്സ് ആക്കി എടുക്കുന്നത് 2നെയാണ്. ഓക്കെ, അപ്പോൾ 2 സ്ക്വയർ x square
ഒരെണ്ണം നമുക്ക് ചെയ്താൽ മതി, എല്ലാവരും നമുക്ക് സെയിം പാറ്റേൺ തന്നെ കിട്ടും. ഓക്കെ, ഫസ്റ്റ് ഇത് ചെയ്യുന്നത് എനിക്ക് എളുപ്പപ്പെടും. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു എക്സ് എന്താണ് 4x, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു കേട്ടോ. 4 ഇൻറ്റു എക്സ് 4x പ്ലസ് 4 ഇൻറ്റു 1 4 ഈക്വൽ ടു എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്നാണ് കിടക്കുന്നത്. എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിലാണ് കിടക്കുന്നത് അല്ലേ. എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്താണ്, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 2 അല്ലേ, 2xy ഇൻറ്റു എ ബി. നമ്മൾ നേരത്തെ പഠിച്ചില്ലേ എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ പഠിച്ചില്ലേ, എന്താണ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ആ ഒരു ഫോമിലാണ് നമ്മൾ ഇവിടെ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. എന്താണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. ഓക്കെ, ഇപ്പൊ എന്ത് കിട്ടും നമുക്ക് രണ്ട് സ്ഥലത്തും ഈക്വൽ ആയിട്ട് കിട്ടണം അല്ലേ, രണ്ട് സ്ഥലത്തും ഈക്വൽ ആയിട്ട് കിട്ടണം. അപ്പൊ ഇവിടെ കിട്ടിയാൽ തന്നെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടണം. അപ്പൊ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4x വരും കണ്ടോ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് ഇത് റിയറേറ്റ് ചെയ്യാനാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 4 കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി സെയിം ആയിട്ടുള്ളത് കിട്ടി. ഇപ്പോൾ ഓൾജിബ്ര എന്ന് പറയുന്നത് നമുക്ക് ഈ രീതിയാണ് നമ്മൾ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ n വെച്ച് ചെയ്താൽ അല്ലെങ്കിൽ എക്സ് വെച്ച് ചെയ്താൽ. അപ്പോൾ ഈ ഓൾജിബ്ര വെച്ച് നമുക്ക് ഏത് നമ്പറിനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് നിങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓൾജിബ്ര ഇത്ര കണ്ടുപിടിച്ചാൽ ഇല്ല അല്ല, ഈ ഒരു രീതിയിൽ എക്സ്പാൻഡ് ചെയ്ത് വെച്ചാൽ മതി. കാരണം നമുക്ക് ഇവിടെ സ്ക്വയറിന്റെ ടേംസ് ആണ് അല്ലേ. ഈ ഒരു രീതിയിൽ ഓൾജിബ്ര രണ്ട് സ്ഥലത്തിന് ഈക്വൽ ആയിട്ട് വരുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സ്പാൻഡ് ചെയ്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ഓൾജിബ്ര എഴുതാൻ പറഞ്ഞാൽ കാരണം ഇവിടെ സ്ക്വയറിന്റെ ഫോമിൽ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ നമുക്ക് ഇതിൽ ഏത് പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. ഇപ്പൊ എക്സ് ഞാൻ പറഞ്ഞു നമുക്ക് ഈ പാറ്റേൺ കിട്ടുമോ നോക്കാം. എക്സിന് 2 കൊടുക്കാണ്. ഇപ്പൊ എക്സിന്റെ 2 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് 4 ഈക്വൽ ടു 2 പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ ഇങ്ങനെ കിട്ടും അല്ലേ. എക്സിന് നമ്മൾ 2 കൊടുത്തു. ഇപ്പൊ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് എന്താണ് 4 ഇൻറ്റു 2 എന്താണ് 8. ഓക്കെ, 8 പ്ലസ് 4 12 is equal to 2 plus 2 the whole square. 2 plus 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ 4 plus 2 എന്താണ് 4 plus 2 equal to 16 ആണ്. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ 16 is equal to 16 കിട്ടും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി ഓൾജിബ്ര. ഓക്കെ, ജസ്റ്റ് നോക്കിയേ ഇവിടെ ഈ ഇക്വേഷനിൽ ഇത് ജസ്റ്റ് ചെയ്ത് നോക്കിയേ. 2 സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ് 4 പ്ലസ് 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് എന്താണ് 12 ഈക്വൽ ടു 4 സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ 4 പ്ലസ് 12 16, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആണ്. ഓൾജിബ്ര നമുക്ക് ഏതിലിട്ട് ചെയ്താലും നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടും. ഓക്കെ, ഓൾജിബ്ര എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, എക്സ് സ്ക്വയർ. ഓൾജിബ്ര ചെയ്ത് കിട്ടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എക്സാമ്പിൾ എടുത്ത് കാണിച്ചത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും ഒരു ലൈൻ എടുക്കുക, ഈ നമുക്ക് തന്നെ പാറ്റേണിലോ രീതിയിലോ ലൈൻ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഓൾജിബ്ര കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയർ 1ന് എക്സ് എടുത്തു. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 4 കോമൺ ആണ്. അപ്പോൾ 4 അങ്ങനെ എഴുതി ഇൻറ്റു 2 ആണ്. 2 എന്ന് പറയുമ്പോൾ എന്താണ് 1 പ്ലസ് 1. അപ്പോൾ എക്സ് പ്ലസ് 1 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3 ആണ്. 3 എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് 2 ആണ് അല്ലേ. 1 പ്ലസ് 2 അല്ലേ 3. ഇപ്പോൾ നമ്മൾ 1ന് പകരം എന്തെടുത്തു, 1ന് പകരം നമ്മൾ എടുക്കുന്നത് എക്സ്. അപ്പോൾ എന്തെടുത്തു എക്സ്, 3ക്ക് പകരം നമ്മൾ എക്സ് പ്ലസ് 2 എഴുതി, സ്ക്വയർ അങ്ങനെ എഴുതി. ജസ്റ്റ് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു നമ്മുടെ എന്ത് ചെയ്തു, നമ്മുടെ ഓൾജിബ്ര നമ്മൾ എഴുതി. ഓക്കെ, ഈ ഓൾജിബ്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും ഇപ്പൊ നിങ്ങൾ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞോളൂ. എക്സിന് നമ്മൾ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പാറ്റേൺ തന്നെ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും. ഈ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും, ഈ പാറ്റേൺ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. 5 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ റീഅറേഞ്ച് ചെയ്ത് ചെയ്താൽ ഈ പാറ്റേൺ ഇങ്ങനെ സെയിം രീതിയിൽ തന്നെ പാറ്റേൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കാണിച്ചു തരാം. എക്സ് സ്ക്വയർ എഴുതി നോക്കി, രണ്ട് സ്ഥലത്ത് 4 കോമൺ അല്ലേ, ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ള 4നെ ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാൻ പോകണം. 4 ഇൻറ്റു ഓക്കെ, ഇവിടെ എക്സ് ഉണ്ട്. അപ്പം എക്സ് എഴുതി, ഇവിടെ എന്താ 4 ഓൾറെഡി പുറത്തേക്ക് എടുത്തു. അപ്പോൾ ബാക്കി ആരുണ്ടാവുക 1 ആയിട്ട് മാറും. ഒരു 4 അല്ലേ ഉണ്ടായ 4 നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ ആ 4ന്റെ സ്ഥാനത്ത് 1 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ 4x ഉണ്ട്, ഇവിടെ 4 ഉണ്ട്. അപ്പോൾ ഈ രണ്ട് 4നെ നമ്മൾ ഒരുമിച്ചിട്ട് 4 ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ കോമൺ ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ 4xന് ബാക്കിയുള്ളത് ആരാ എക്സ് പ്ലസ് ഇവിടെ 1 4 നമ്മൾ പുറത്തേക്ക് എടുത്തു ഓൾറെഡി അല്ലേ. അപ്പോൾ നമ്മുടെ 1 വരും.
ഈക്വൽ ടു എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് വരും. ഇനി നിങ്ങൾ ഇതിന് എക്സ് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ഈ ഫോമുല നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് കാണിച്ചു തരാം. എക്സിന് 2 ഇട്ട് കൊടുക്കാം. 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 2 പ്ലസ് 1 ഈക്വൽ ടു എന്താണ് എക്സ് പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 2 അല്ലേ, അപ്പോൾ 2 പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ വരും അല്ലേ. അപ്പോൾ എന്താ 2 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 ഈക്വൽ ടു 4 സ്ക്വയർ. ഓക്കെ, 2 സ്ക്വയർ പ്ലസ് എന്താണ് 4 ഇൻറ്റു 3 ഈക്വൽ ടു 4 സ്ക്വയർ. ആ പാറ്റേൺ അത് കിട്ടി. ഓക്കെ, നിങ്ങൾ പുറത്തെടുക്കുന്ന കുഴപ്പമില്ല. ജസ്റ്റ് ആ പാറ്റേൺ തന്നെ കിട്ടുന്നത് നിങ്ങൾ പുറത്തെടുക്കും. നിങ്ങൾ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കോളും കേട്ടോ. നമുക്ക് 3 ഇട്ട് നോക്കാൻ വേണമെങ്കിൽ പാറ്റേൺ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. 3 ഇട്ട് നോക്കിയേ, എക്സിന് 3 ഇടാം. ഓക്കെ, അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 3 പ്ലസ് 1. ഓക്കെ, 3 പ്ലസ് 1 ഈക്വൽ ടു എക്സ് ഇപ്പോൾ 3 ആണ് എടുത്തത് കേട്ടോ. 3 പ്ലസ് 2 ദി ഹോൾ സ്ക്വയർ. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 4. ഓക്കെ, 4 ഇൻറ്റു 4 ഈക്വൽ ടു 3 പ്ലസ് 2 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 സ്ക്വയർ. ഓക്കെ, 3 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 4 ഈക്വൽ ടു 5 സ്ക്വയർ. അപ്പോൾ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഓൾജിബ്ര വെച്ചിട്ട് ഇവിടെ 5 ഓ 6 ഓ 7 ഓ 8 ഓ ഏത് നമ്പർ ഇട്ട് കൊടുത്താലും നിങ്ങൾക്ക് ഈ പാറ്റേൺ കിട്ടും. അതാണ് ഈ ഓൾജിബ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾജിബ്ര നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലായിരിക്കും കോമൺ ഉള്ളത് പുറത്തേക്ക് എടുത്താണ് നമ്മൾ ചെയ്തത്. ഓക്കെ, ഓൾജിബ്ര മനസ്സിലായാലോ? നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അവിടുത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവാൻ വഴിയില്ല. കുറച്ച് പ്രൂവ് ദാറ്റാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അതോടെ കിടന്നോട്ടെ നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോൾ എടുക്കാം. ഓക്കെ, ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഇത്രയും നേരം നമ്മൾ കണ്ടത് എന്താണ്? സം ഓഫ് പ്രൊഡക്റ്റ് ആണ് അല്ലേ. രണ്ട് നമ്പറുകളുടെ സം എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ, എക്സ് പ്ലസ് വൈ ദി ഹോൾ സ്ക്വയർ ആണ് കണ്ടത്. നമ്മൾ കാണുന്നത് ഡിഫറൻസ് ആണ്. ഓക്കെ, ഡിഫറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലസിൻ്റെ സ്ഥലത്ത് മൈനസ് വരും, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ചത് എന്താ? 302 ഇൻറ്റു 205 ഇങ്ങനെ ഇക്വേഷൻ തരാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്പേഴ്സ് തരാനുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ 300നെ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും? 300 പ്ലസ് 2 എന്നാണ്. 205നെയോ 205നെ 200 പ്ലസ് 5 എന്നാണ് അല്ലേ. 302 ഇൻറ്റു 205 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ സ്പ്ലിറ്റ് ചെയ്യുക എങ്ങനെയാണ്? 300 പ്ലസ് 2 എന്നും 200 ഇൻറ്റു 5 എന്നും സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും ഉത്തരം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെയ്യുമ്പോൾ എന്തൊരു 300 ഇൻറ്റു 200 അല്ലേ. 300 ആദ്യം ഇൻറ്റു ചെയ്യുക, രണ്ടാമത് ഇൻറ്റു ചെയ്യുക, പിന്നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിന് ഇൻറ്റു ചെയ്യുക അല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് 300 ഇൻറ്റു 200 എന്തൊരു 300 ഇൻറ്റു 200. ഇതിന് പ്ലസ് ആണ്, എല്ലാവരും പ്ലസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേറെ നോക്കേണ്ട ആവശ്യമില്ല. ഉത്തരത്തിൽ എല്ലാവരും പ്ലസ് ആയിരുന്നു. പ്ലസ് 300 ഇൻറ്റു 5 അല്ലേ. 300 ഇൻറ്റു 5 പ്ലസ് അപ്പോൾ 300 നമ്മൾ രണ്ടിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 2നെ എടുക്കാൻ പോവാണ്. 2 ഇൻറ്റു 200 പ്ലസ് 2 ഇൻറ്റു 5 ഇങ്ങനെ കിട്ടും അല്ലേ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഞങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. എന്താണ്? സീറോസ് മാറ്റി നിർത്താം, ബാക്കിയുള്ള നമ്പേഴ്സ് ഇൻറ്റു ചെയ്യുക. ഇവിടെ എന്താ 3 2 ആണുള്ളത്. 3 ഇൻറ്റു 2 എത്രയാണ്? 3 ഇൻറ്റു 2 6 ആണ്. അപ്പോൾ 6 എത്ര സീറോസ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്? 1 2 3 4. 1 2 3 4. ഓക്കെ, പ്ലസ് എന്താണ് 300 ഇൻറ്റു 5. അപ്പോൾ 3 ഇൻറ്റു 5 എത്രയാണ്? 15. രണ്ട് സീറോസ് നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 1500 പ്ലസ് ഇവിടെ എന്താ 2 ഇൻറ്റു 200. 2 ഇൻറ്റു 2 എത്രയാണ്? 4 2 0 പ്ലസ് 2 ഇൻറ്റു 5 10. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്ത് വരും? 0 1 9 1 6. ഇത് വരുന്നുണ്ടോ? 6 1 9 1 0. ഒറ്റയടിക്ക് നമുക്ക് ആൻസർ കിട്ടി. 6 1 9 1 0 കിട്ടി. ഇതാണ് നമ്മുടെ പ്ലസിന്റെ കാര്യം പറയുന്നത്. നമ്മൾ ഇങ്ങനെ തന്നെ വേറെ ക്വസ്റ്റ്യൻ വരാണ്. ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് എക്സാമ്പിൾ എങ്ങനെയാണെന്ന് വെക്കാം. ഓക്കെ, 398 ഇൻറ്റു 197. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യും? 398 ഇൻറ്റു 197 ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്ത് എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ സീറോസിന്റെ ഫോമിലേക്കാണ് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ എടുക്കുക അല്ലേ. ഇപ്പോൾ 210 ആണെന്നുണ്ടെങ്കിൽ എന്ത് എടുക്കും? 200 പ്ലസ് 10 അല്ലേ.
ഇവിടെ നമ്മൾ 398 ആണ്. അപ്പോൾ 300 പ്ലസ് 98 എഴുതി കഴിഞ്ഞാൽ സംഭവിക്കും ഇവിടെ ആണെങ്കിൽ 100 പ്ലസ് 97 എഴുതി വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്ത് സംഭവിക്കേണ്ടി വരും? എന്ത് ചെയ്യേണ്ടി വരും? ഈ 98ഉം ഈ 97 ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വെച്ച് സംഭവിക്കും, അത് വലിയൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും അല്ലേ. അപ്പോൾ പ്ലസ് വെച്ച് ചെയ്യുമ്പോൾ വീണ്ടും കോംപ്ലിക്കേഷൻ കൂടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ കോംപ്ലിക്കേഷൻ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത്. അപ്പോൾ 398ന്റെ അടുത്ത് കിടക്കുന്ന സീറോസ് ഉള്ള നമ്പർ ഏതാ? 0 10ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? ഓക്കെ, 10ന്റെ മൾട്ടിപ്പിളൊക്കെയാണ് നമ്മൾ ഇതിനെ മാറ്റാം. അപ്പോൾ 10ന്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ 10, 20, 30, 40, 50, 60, 70, 80, 100, 200, 300, 400 അതിലേക്കൊക്കെ സ്പ്ലിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടില്ലേ, ജസ്റ്റ് നമ്പർ ഇൻറ്റു ചെയ്തിട്ട് സീറോസ് വർക്ക് ചെയ്യാൻ മാത്രം മതി. അപ്പോൾ 398 എന്ന് പറയുമ്പോൾ നമുക്ക് 300 ഇൻറ്റു 9 പ്ലസ് 98 എഴുതാൻ പാരാണ്. കാരണം 98 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വലിയ ഡിവിഷനലിൻ്റെ എന്തായാലും മാറും, വീണ്ടും സമയം കുറയും, നമുക്ക് പോകും ഇൻറ്റു ചെയ്ത് എടുക്കുന്നത് അല്ല. ആൻസർ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യം 5 മിനിറ്റ് എടുത്താലും നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോവാണ് 398ന്റെ അടുത്തുള്ള നമ്പർ 399, തൊട്ടടുത്തുള്ള നമ്പർ 400 അല്ലേ. അപ്പോൾ 400 തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 400ലേക്ക് ഇങ്ങനെ മാറ്റാൻ പോവാണ്. അപ്പോൾ 400 ആണെങ്കിൽ എന്ത് ചെയ്യണം? 400 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 398 അല്ലേ അല്ലേ. 400ന് 2 കുറച്ച് നമുക്ക് എന്ത് കിട്ടും? 398 കിട്ടും. അപ്പോൾ നമ്മൾ 400ന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോയി. 400ന് 2 കുറച്ചു 400 മൈനസ് 2. അപ്പോൾ ഇത്ര നമ്മൾ പ്ലസ് ആണ് പറയുന്നത്, അപ്പോൾ നമ്മൾ മൈനസിലേക്ക് കടന്നു. അതാണ് ആകെയുള്ള വ്യത്യാസം. ഓക്കെ, ഇനി 197 നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 പ്ലസ് 97 എഴുതണം അല്ലേ. അപ്പോൾ 97 വലിയൊരു നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ സമയമൊക്കെ പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? 197ന്റെ അടുത്ത് 198, 199, പിന്നെ അടുത്ത് 200 ഉടപ്പുണ്ട് അല്ലേ. അപ്പോൾ 200ന്റെ അടുത്തേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. 200ന് എത്ര കുറച്ചാലും 197 കിട്ടുക? 200ന് 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 197 കിട്ടില്ലേ അല്ലേ. 198, 199, 200 ഉണ്ടാവും. 200ന് 3 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 197 കിട്ടും. അതുപോലെ 400ന് 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 398 കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? അതിന് നമ്മൾ 2 ഇങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ഡിഫറൻസ് ആക്കി മാറ്റി അല്ലേ. ഇത് ഞാൻ എന്ന് പറഞ്ഞാൽ സമ്മായിരുന്നു, നമ്മൾ കാണാൻ പോകുന്നത് ഡിഫറൻസ് ആണ്. മൈനസ് ചെയ്ത സംഖ്യകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ മൈനസ് ചെയ്ത സംഖ്യകൾ കാണാൻ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് കാൽക്കുലേഷൻ വ്യത്യാസമല്ല, മെത്തേഡൊക്കെ സെയിം ആണ്. കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതെന്താ നമുക്ക് നോക്കാം. ഇൻറ്റു ഒക്കെ സാധാരണ ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഇതാക്കാം. 400 കൊണ്ട് 200നെ 3നെ ഇൻറ്റു ചെയ്യണം. പിന്നെ 2 കൊണ്ട് 200നെ 3നെ ഇൻറ്റു ചെയ്യണം അല്ലേ. ഒരു സൈൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സൈനാണ്. എത്രയും നമ്മൾ നേരെ പോസിറ്റീവ് സൈനുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. അത് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട ഒന്നില്ല, ജസ്റ്റ് പോസിറ്റീവ് സൈൻ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്, നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 400 ഇൻറ്റു 200 സൈൻ ഇവിടെ ഇത് രണ്ടും, ഇത് പ്ലസ് ആണ്, ഇതും പ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സംഖ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? 400 ഇൻറ്റു 200. ഇനി അടുത്ത് നമ്മൾ പ്ലസ് ചെയ്തോ മൈനസ് ചെയ്തോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? പ്ലസ് വരുമോ മൈനസ് വരുമോ? എന്താ തോന്നണേ? നോക്കിയേ, 400 ഇൻറ്റു -3 ആണ് അല്ലേ. ഇവിടെ കിടക്കുന്നത് മൈനസ് അല്ലേ. അപ്പോൾ അടുത്ത തന്നെ സംഖ്യ എന്ന് പറയുന്നത്, അടുത്ത തന്നെ സൈൻ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കണം. മൈനസ് എന്ത് വരും? 400 ഇൻറ്റു 3. ഓക്കെ, 400 ഇൻറ്റു 3. ഏതെങ്കിലും ഒരു നമ്പറിന് മൈനസ് ഉണ്ടെങ്കിൽ അതിന് മുമ്പ് എന്തായി മാറും? സൈൻ മൈനസ് ആയിട്ട് മാറും. അപ്പോൾ -3 ആണ് ഇവിടെ ഉള്ളത്, -3. അപ്പോൾ എന്തായി മാറി? -400 ഇൻറ്റു 3 എഴുതി. ഇനി അടുത്ത സംഖ്യ എന്ത് വരും? നിങ്ങൾ നോക്കിയേ, 400 കൊണ്ട് നമ്മൾ 200നെ 3നെ ഇൻറ്റു ചെയ്തു. ഇനി അടുത്ത് 2 ആണ്. 2 വെറും 2 ആണോ? +2 ആണോ -2 ആണോ? -2 ആണ് അല്ലേ. അപ്പോൾ അടുത്ത് എന്ത് വരും? -2 ഇൻറ്റു 200. അപ്പോൾ അടുത്തത് വരുന്നത് മൈനസ് ആണ്, കാരണം -2ന് മൈനസ് ഉണ്ട്. ഏതെങ്കിലും ഒരു സംഖ്യയ്ക്ക് മൈനസ് ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് ചിഹ്നം എന്ന് പറയുന്നത്, സൈൻ എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് മാറും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് 2 ഇൻറ്റു 200. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അടുത്തത് മൈനസ് ആയിരിക്കും, ഇത് വരയ്ക്കും അല്ലേ. പക്ഷെ അടുത്തത് മൈനസ് ആണോ? അടുത്തത് മൈനസ് അല്ല, അടുത്തത് പ്ലസ് ആണ്. കാരണം എന്താണ്? 2 മൈനസ് വരുന്നുണ്ട് അല്ലേ. -2 ഇൻറ്റു -3 എന്നാണ് വരുന്നത് അല്ലേ. -2 ഇൻറ്റു -3. 2 നമ്പർ, 2 നെഗറ്റീവ് നമ്പറുകൾ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ ആ മൈനസ് സൈൻ പോയി പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, -2 ഇൻറ്റു -2 മൈനസുകൾ വരുന്നുണ്ട്. 2 മൈനസ് വരുമ്പോൾ അത് എന്തായി മാറും? അത് പോസിറ്റീവായിട്ട് മാറും, ഇൻറ്റൂല് മാത്രം. ഓക്കെ, അപ്പോൾ -2 -3 എന്നാണെങ്കിൽ എന്ത് വന്നേനെ? -5 എന്ന് വന്നേനെ, സം അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് ഇത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ്റെ സ്ഥാനത്ത് എന്താ സംഭവിക്കുക? -2 വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, അടുത്ത എന്താണ്? -2 ഇൻറ്റു -3.
അപ്പോൾ എന്താ മൈനസ് രണ്ട് മൈനസുകളുള്ള കാരണം എന്താണ് അത് പ്ലസ് ആയിട്ട് മാറും 2 × 3 എന്നായിട്ട് മാറും 2 × 3 എത്രയാണ് 6 നമുക്ക് ഓൾറെഡി ട്രിക്ക് ചെയ്തല്ലോ -2 × -3 എന്ന് പറയുന്നത് +6 എന്ന് എഴുതാം ഓക്കെ ഇനി അടുത്ത് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം 4 × 2 എത്രയാണ് 8 4 സീറോസ് 1 2 3 4 -4 × 3 എത്രയാണ് 12 2 സീറോസ് -2 × 2 എത്രയാണ് 4 2 സീറോസ് സീറോന്റെ കാര്യം മറക്കരുത് പിന്നെ ഒരു +6 ഓക്കെ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ നമുക്ക് മൈനസ് ചെയ്ത് തന്നെയാ 0 0 0 അല്ലേ മൈനസ് ആണ് അപ്പോൾ 0 0 0 0 0 ഞാൻ 10 0 പോകില്ല അപ്പോൾ 10 ആയി മാറും ഇപ്പോൾ 9 ആയി മാറും എന്തായി മാറും ഇത് 7 ആയിട്ട് മാറും ഓക്കെ മൈനസ് ചെയ്യാല്ലേ അപ്പോൾ നമ്മൾ കടശിഷ്ടം എടുക്കാൻ ഒരു ഇത് 10 ആക്കണം അല്ലേ അപ്പോൾ തൊട്ട് മുമ്പുള്ളത് 9 ആണ് അല്ല 0 ആണ് അപ്പോൾ അത് 9 ആയിട്ട് മാറും അതിന് മുമ്പുള്ളത് എന്താണ് നമുക്ക് എടുക്കാൻ വേണം അപ്പോൾ നമ്മളത് 7 ആയിട്ട് മാറും മൈനസ് ചെയ്യാൻ അറിയാലോ 10 - 2 എന്താണ് 10 - 2 8 8 - 4 എന്താണ് 8 - 4 4 ഓക്കെ എന്താ 9 - 1 8 7 7 8 4 0 0 എന്ന് വരും പ്ലസ് എന്ത് ചെയ്യണം 6 ചെയ്യണം 0 0 സോറി 6 0 4 8 7 7 അവസാനം 7 8 4 0 6 നിങ്ങൾക്ക് 3 എണ്ണം അടുപ്പിച്ച് മൈനസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക ആദ്യം 2 എണ്ണം മൈനസ് ചെയ്യുക ആ സംഖ്യയിൽ നിന്ന് വീണ്ടും മൂന്നാമത്തെ 400 മൈനസ് ചെയ്യുക അങ്ങനെ ചെയ്താൽ നമുക്ക് ഉത്തരം ശരിയായിട്ട് തന്നെ കിട്ടും ഓക്കെ അപ്പോൾ 3 എണ്ണം അടുപ്പിച്ച് മൈനസ് ചെയ്യാൻ ഭാരമുള്ളവർ എന്ത് ചെയ്യുക ആദ്യം നമുക്ക് 80,000 ചെയ്യും 80,000 മൈനസ് 1,200 ചെയ്യും ഇപ്പോൾ 0 0 10 - 2 8 9 - 1 8 എന്തിട്ടും 7 8 8 0 0 എന്ന് കിട്ടും ഇതിന് എന്ത് ചെയ്യാം ഇതിന് വീണ്ടും 400 മൈനസ് ചെയ്യും അപ്പോൾ 0 0 4 7 8 എന്ന് കിട്ടും ഓക്കെ അപ്പോൾ കറക്റ്റ് ഉത്തരം കിട്ടും ഇതിൻ്റെ കൂടെ 6 ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും നിങ്ങളങ്ങനെ 3 എണ്ണം അടുപ്പിച്ച് മൈനസ് ചെയ്യാൻ പാടുള്ളവർ 2 എണ്ണം മൈനസ് ചെയ്യുക ആ ഉത്തരത്തിൽ നിന്ന് വീണ്ടും മൂന്നാമത്തെ സംഖ്യ മൈനസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇഷ്ടം പോലെ നമ്പേഴ്സിന് നമുക്ക് ഈ ഒരു ഫോർമുല എഴുതാം അല്ലേ ഏത് നമ്പേഴ്സിന് വേണ്ടി നമുക്ക് ഈ ഒരു ഫോർമുല എഴുതാം അപ്പോൾ ഞാൻ ഏതാണ് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ x - y × u - v നമ്മൾ ചെയ്ത രണ്ട് സംഖ്യകളാണ് അല്ലേ എന്താ നമ്മൾ ഇപ്പോൾ 400 - 3 എന്നും ഇപ്പോൾ നമ്മൾ ചെയ്ത എന്താണ് 400 - 2 അതേപോലെ തന്നെ 200 - 3 അല്ലേ ഇതാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ജസ്റ്റ് ഏത് നമ്പറിന് വേണമെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു ഫോർമുല ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യാൻ പോവാണ് എന്താണ് x - y എഴുതി പിന്നെ u - v എഴുതി അപ്പോൾ നമുക്ക് എങ്ങനെയായിരിക്കും ഇത് എക്സ്പാൻഡ് ചെയ്യാം x × v x × u x u മൈനസ് എന്താണ് ഇവിടെ മൈനസ് v ആണ് അല്ലേ അതുകൊണ്ട് മൈനസ് x × v എന്താണ് മൈനസ് കാരണം എന്താ y മൈനസ് ആണ് മൈനസ് y × u മൈനസ് y u അടുത്ത എന്ത് വരും മൈനസ് y × മൈനസ് v അപ്പോൾ രണ്ട് മൈനസ് കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്ലസ് ആയിട്ട് മാറുന്നു പറഞ്ഞു പ്ലസ് എന്താണ് y v ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് നമ്പറുകൾ ഇങ്ങനെ എഴുതാമെന്ന് നമുക്ക് ഈ ഒരു രീതിയിൽ അതിനെ മാറ്റിയിടാം xu മൈനസ് xv മൈനസ് yu പ്ലസ് y v നമുക്ക് മാറ്റിയിടാം ഇനി ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാം നമ്പേഴ്സിനെ ഈ രീതിയിൽ ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 199 × 298 ഇതൊക്കെ എങ്ങനെ ചെയ്യാം ഒരെണ്ണം ഞാൻ ചെയ്തു തരാം 199 × 298 എങ്ങനെ ചെയ്യാം ഇപ്പോൾ 200 അടുത്താണ് കിടക്കുന്നത് അല്ലേ അപ്പോൾ 200 - 1 × 300 അടുത്താണ് കിടക്കുന്നത് അല്ലേ 300 - 2 ഓക്കെ എന്ത് ചെയ്യാം ഞാൻ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം 200 × 300 അപ്പോൾ എന്ത് വരും മൈനസ് ആണ് അതുകൊണ്ട് എന്താ -2 ആണ് അല്ലേ മൈനസ് 200 × 2 അടുത്ത എന്താണ് -1 × 300 -1 × 300 അടുത്ത എന്താണ് -1 × -2 അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അവിടെ പ്ലസ് വരും -1 × -2 എന്ന് പറയുമ്പോൾ +2 എന്നാവും എന്ത് ചെയ്യാം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം 2 × 3 6 ആണ് 4 0 മൈനസ് 2 × 2 4 ആണ് 2 0 മൈനസ് എന്ത് വരും 1 × 300 എന്ന് പറഞ്ഞാൽ 300 ആണ് പ്ലസ് 2 അപ്പോൾ എന്ത് വരും
ഓക്കെ 5 9 6 0 0 എന്ന് വരും. കാരണം 10 മൈനസ് 4 6 ആണ്, ഇവിടെ 9 ആയി മാറി, ഇവിടെ 5 ആയിട്ട് മാറി. പ്ലസ് സോറി മൈനസ് 300 കൂടെ ഉണ്ട്, അപ്പോൾ മൈനസ് 300 ചെയ്യാം. 0 0 6 മൈനസ് 3 3 9 5. ഈ 3 അടുപ്പിച്ച് ചെയ്യണത് അല്ലെങ്കിൽ 3 അടുപ്പിച്ച് ചെയ്യാം, ഒരു പ്രശ്നമില്ല. എന്നിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. പ്ലസ് 2 ഉണ്ട് അല്ലേ, ഇവിടെ പ്ലസ് 2 ചെയ്ത് കഴിഞ്ഞാൽ 5 9 3 0 2 ഇങ്ങനെ നമ്മൾ ഉത്തരം 5 9 3 0 2. ഓക്കെ, എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് രണ്ടൊന്ന് ഹോംവർക്ക് തരാം. ഓക്കെ, അപ്പോൾ ഹോംവർക്ക് എന്തൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹോംവർക്ക് നിങ്ങൾക്ക് കൂടുതൽ ചെയ്താൽ കൂടുതൽ മനസ്സിലാവുള്ളൂ. അങ്ങനെ ഹോംവർക്ക് തന്നെ 2-3 ഹോംവർക്ക് 3 തരുള്ളൂ. 298 into 198. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. യൂസ് ചെയ്യുന്ന മൈനസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട്. 300 മൈനസ് 2 200 മൈനസ് 2 ചെയ്ത് ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് 397 into 198 9. ഓക്കെ, ഫോർത്ത് പറയുന്നത് 197 into 297. ഓക്കെ, ഇത് 3 നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഉണ്ടാവുന്ന ഹോംവർക്കായിട്ട് എല്ലാവരും എനിക്ക് അയച്ചു തരാം. ഓക്കെ, പൂജയായിട്ട് കുറച്ച് പേര് കഴിഞ്ഞ ദിവസം ഹോംവർക്ക് അയച്ചു തന്നിട്ടില്ല, അവർ വേഗം അയച്ചു തരാം. ഇതും അയച്ചു തരാം. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, എളുപ്പമല്ല? നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് വരുമ്പോൾ എളുപ്പമായിട്ട് തോന്നും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ സൈനുകൾ നിങ്ങൾ മാറ്റരുത് കേട്ടോ. സൈൻ എപ്പോഴും ശ്രദ്ധിക്കാം. വേറെ ഒന്നും ഇതിന് നോക്കാനില്ല. ഓക്കെ, അപ്പം എല്ലാവരും ഹോംവർക്ക് ചെയ്യുക, അയക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.